ഉടുത്തൊരുങ്ങി വീട് വിട്ടിറങ്ങിയ മനുഷ്യൻ അസാധാരണമായ ദുർഗന്ധമെന്ന് പറഞ്ഞുകൊണ്ട് മൂക്കുപൊത്തിയാണ് ബസ്സിൽ യാത്ര ചെയ്തത്. ബസ് വൃത്തിയാക്കാത്തതിനെ ചൊല്ലി ബസ് ജീവനക്കാരോട് അയാൾ ഉറക്കെ കലഹിച്ചു. ഓഫീസിലെത്തിയപ്പോൾ അവിടെയും ഒരു ദുർഗന്ധം. ഓഫീസ് വൃത്തിയാക്കുന്ന സ്ത്രീയെ അയാൾ നല്ലവണ്ണം ശകാരിച്ചു. ഹോട്ടലിൽ ഭക്ഷണത്തിനെത്തിയപ്പോൾ അവിടെയും ദുർഗന്ധം തന്നെ. അയാൾ ഹോട്ടൽ ജീവനക്കാരോടും നന്നായി കലഹിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീട്ടിലും ദുർഗന്ധം. ഭാര്യയോടും അയാൾ നന്നായി ശണ്ട കൂടി. ലോകം മുഴുവനും പുഴുത്തു നാറുന്നുവല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ തൻ്റെ ഷൂസ് ഊരിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ലോകത്തിനായിരുന്നില്ല, തൻ്റെ സോക്സിനായിരുന്നു ഈ ദുർഗന്ധമെന്ന്. പ്രിയരെ, പലപ്പോഴും നമ്മളങ്ങനെയാണ്. നമ്മുടെ കുറവുകളെ കാണാതെ മറ്റുള്ളവരിലെ കുറവുകൾ ധാരാളമായി ഒലിപ്പിച്ചു കാണിക്കുവാൻ നമുക്ക് തിടുക്കമാണ്. നമ്മുടെ കണ്ണിൽ തടിക്കഷ്ണം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാനാണ് നമുക്കിഷ്ടം. ഇന്ന് നമുക്ക് നമ്മളിലെ കുറവുകൾ കണ്ടെത്താം. നമ്മുടെ കണ്ണിൽ നിന്നും ആ തടിക്കഷ്ണം എടുത്തു മാറ്റാം. അപ്പോൾ മറ്റുള്ളവരുടെ കരടെടുക്കുവാൻ തക്ക രീതിയിൽ നല്ല കാഴ്ച നമുക്ക് ലഭിക്കുമെന്നേ. ഗോഡ് ബ്ലെസ് യു.